ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം ഇവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ല. ഇതു നിദ്രയിങ്കലും മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. മേൽ ഇന നഗരം, മുകളിലുള്ള സൂര്യലോകങ്ങളിലുമില്ല. അവിടേക്ക് എന്തൊക്കെയോ ലോകങ്ങളുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി അവിടെ എന്തെങ്കിലും ലോകങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളീ പറയുന്ന സാധാരണം അല്ലെങ്കിൽ ഗണനയിൽ നിന്ന് കവിഞ്ഞത്. എന്താണ് ഗണനയിൽ നിന്ന് കവിഞ്ഞത് എന്ന് പറയാൻ കാരണം, നമ്മൾ ജനിച്ചു വീണതിന് ശേഷം നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സിലൂടെയും ബുദ്ധിയിലൂടെയും എണ്ണി എണ്ണി തൊട്ടെണ്ണിയാണ് ലോകത്തെ അറിഞ്ഞിട്ടുള്ളത്, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ലോകത്തെ, നമുക്ക് മനസ്സിലാകുന്ന ലോകത്തിന് നമ്മൾ ഇട്ടുകൊടുത്തിട്ടുള്ള പേരാണ് സാധാരണം, ഓർഡിനറി, റിയൽ എന്നൊക്കെ. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും ഗോചരമായിരിക്കുന്നത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ നമുക്ക് വിവരിക്കാനാവാത്ത അനുഭവങ്ങളെ നമ്മൾ അതീന്ദ്രിയ അനുഭവങ്ങളെന്നോ ഗണനാതീതമായ അനുഭവങ്ങളെന്നോ ഒക്കെ മറ്റൊരു പേരിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് മാത്രം. അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുമ്പോൾ അത് സാധാരണയായിട്ട് മാറും. ആദ്യമായിട്ട് റേഡിയോ കണ്ടുപിടിച്ചപ്പോൾ, ആദ്യമായിട്ട് റേഡിയോ കണ്ട ഒരാൾക്ക് ആ റേഡിയോയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കയറിയിരുന്ന് സംസാരിക്കുന്നത്, ആ റേഡിയോയുടെ ഉള്ളിൽ എങ്ങനെയാണ് ഒരാൾ കയറിയിരുന്ന് പാടുന്നത് എന്ന ആശ്ചര്യമാണ് ഉണ്ടായിരുന്നത്. ഗണനയിൽ നിന്ന് കവിഞ്ഞ ഒരനുഭവമായിരുന്നു റേഡിയോ എന്ന് പറയുന്നത്. എന്നാൽ റേഡിയോ എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായ ഒരു അറിവ് നമുക്കുണ്ടായപ്പോൾ റേഡിയോ എന്ന് പറയുന്നത് സാധാരണം ആയിട്ട് മാറി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ ആദ്യമായിട്ട് സിനിമ കാണാൻ വേണ്ടി മാമാബസാറിലെ പല്ലവി തിയേറ്ററിൽ പോയപ്പോൾ തിയേറ്ററിൻ്റെ ഏറ്റവും മുമ്പിലിരുന്നിട്ട് സിനിമ കാണുക. സിനിമ കണ്ട് പ്രേം നസീറും ജയനുമാണ് സിനിമയിൽ. ഓടി വന്നപ്പോൾ ഞാൻ ഉറക്കെ കരയണം. എനിക്ക് ആ സ്ക്രീനിൻ്റെ ഉള്ളിൽ പോയിട്ട് അവരെ കാണണം, ചെറിയ കുട്ടിക്ക്. കാരണം അതിൻ്റെ പിന്നിൽ നിന്നിട്ട് കളിക്കുകയാണെന്നാണ് എൻ്റെ വിചാരം. കംപ്ലീറ്റ് വണ്ടറാണ്. ശബ്ദം വരുമ്പോൾ എവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്, ഇരുട്ടിൽ എവിടെ നിന്നാണ് ഈ വെളിച്ചം വരുന്നത്, ഇത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നിൽ, ചുമരിൻ്റെ പിന്നിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ പിന്നിൽ അപ്പോൾ ഇത്രയും ആൾക്കാർ ഓടി നടക്കുന്നുണ്ടോ, വണ്ടികൾ ഇരമ്പിപ്പായുന്നത് എങ്ങനെയാണ്, കംപ്ലീറ്റ് വണ്ടറാണ്. കുറച്ച് കഴിഞ്ഞ് സിനിമ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമായിട്ടത് മാറി. അപ്പം നമുക്ക് ഈ അത്ഭുതം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ് എന്ന് തിരിച്ചറിയുക മാത്രമേ വേണ്ടതുള്ളൂ. അത്ഭുതകരമായ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോൾ അപ്പോൾ ഉണ്ടായ അനുഭവത്തിൻ്റെ പിന്നിലുള്ളത് നമ്മൾ അറിഞ്ഞില്ല എന്ന് മാത്രം മനസ്സിലാക്കേണ്ടതുള്ളൂ ശരിക്കും. കാരണം എവിടെയൊക്കെ നമുക്ക് അറിവുണ്ടോ അവിടെയൊന്നും അത്ഭുതമില്ല. നമ്മെ പോലെയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവ് എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും തൊട്ടറിയാവുന്നതിനെയാണ് നമ്മൾ അറിവ് എന്ന് പറയുന്നത്. അതിന് വെളിയിലുള്ളതൊക്കെ നമുക്ക് ആശ്ചര്യമാണ്, അത്ഭുതമാണ്. നമ്മുടെ മുമ്പിലൂടെ ഒരു മനുഷ്യൻ പറന്നു പോയാൽ നമ്മൾ അത്ഭുതപ്പെടും. എന്തുകൊണ്ടാണ് അത്ഭുതപ്പെടാൻ കാരണം? നമ്മുടെ ഇന്ദ്രിയവും നമ്മുടെ മനസ്സും നമ്മുടെ ബുദ്ധിയും ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ. ഹിമാലയത്തിൽ പോയി ഗോമുഖിൽ താമസിക്കുമ്പോൾ, ഗോമുഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ഗോമുഖിലുള്ള ഗംഗാജലത്തിൽ വെറുതെ ഒന്ന് വിരൽ വെച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ വിരലിങ്ങനെ മരവിച്ചു പോകും. പ്രത്യേകിച്ച് പുലർച്ചെ ഒരു ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് കുളിക്കാം. കുളിച്ച് കയറി കഴിഞ്ഞാലും വലിയ പ്രശ്നമാണ്. എങ്കിൽ പോലും വേണമെങ്കിൽ ഒന്ന് മുങ്ങി നിവരാം. പക്ഷേ അവിടെ ആ ഗംഗയുടെ തീരത്ത് താമസിക്കുന്ന ഒരു യോഗിയുടെ കൂടെ ഞങ്ങൾ താമസിച്ചിരുന്നു, ഒരു ടെൻറ്റിൽ. അദ്ദേഹം ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഗംഗയിൽ പോയി മുങ്ങി കുളിച്ച് ഈറനണിഞ്ഞ് വന്നിരുന്നിട്ട് ധ്യാനിക്കും. അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഒരു മുണ്ട് മാത്രമാണ്. ശരീരത്തിൽ നിന്ന് ഈ ജലം, ഈ തണുത്തുറഞ്ഞ ജലം ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കും. നമ്മൾ തൊട്ടടുത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ചൂട് കിട്ടും. അദ്ദേഹം ചിരിച്ച് വളരെ ഓർഡിനറി ആയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. പക്ഷെ അദ്ദേഹം ഒരു ആൾദൈവമാവാൻ ആഗ്രഹിക്കുന്ന, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളല്ലാത്തത് കൊണ്ട് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളോട് ഒരു മാസം എൻ്റെ കൂടെ താമസിച്ചാൽ നിങ്ങൾ ഞാൻ ചെയ്യുന്നത് പോലെ ഇവിടെ ഇരുന്ന് ചെയ്യും. ഇത് വളരെ സാധാരണമാണ്. ശരീരം നിരന്തരമായ അഭ്യാസം കൊണ്ട് ശരീരത്തിന് ഇത്തരം കഴിവുകൾ ആർജിക്കാൻ പറ്റും. നിങ്ങൾക്ക് പരിചയമില്ല എന്നൊറ്റ കാരണത്താലാണ് നിങ്ങൾ അത്ഭുതം കൂറിയിരിക്കുന്നത്. നിങ്ങൾ ഈ സ്വെറ്ററൊക്കെ വാരി വലിച്ചിട്ട് ഷൂവും സോക്സൊക്കെ ഇട്ട് ഇങ്ങനെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. ഇതെന്തിനാണ് ഇതൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നത്? ഒരാൾക്ക് സാധാരണമായിരിക്കുന്നത് മറ്റൊരാൾക്ക് ഗണനയിൽ നിന്ന് കവിഞ്ഞതായിരിക്കുന്നു. ഒരാൾക്ക് ഗണനയിൽ നിന്ന് കവിഞ്ഞതായിരിക്കുന്നത് വേറൊരാൾക്ക് സാധാരണമായിരിക്കുന്നു. നമ്മളിൽ തന്നെ ഇത് ഏറിയും മാറിയും തിരിഞ്ഞും വരുന്നു. ഈ 2 ചക്രമുള്ള സൈക്കിൾ എങ്ങനെയാണ് മനുഷ്യർ ചവിട്ടുക? ഒരിക്കലും ചവിട്ടാൻ കഴിയില്ല എന്ന് അത്ഭുതം കൂറിയിരുന്ന നമ്മൾ അതേ സൈക്കിള് തന്നെ ഓടിക്കാൻ പഠിച്ച് വളരെ സാധാരണം ആയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അറിവിൻ്റെ 2 തലങ്ങൾ മാത്രമാണ് ഗണനയിൽ നിന്ന് കവിഞ്ഞത് സാധാരണം എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് മുകളിലോ ഒന്നിൽ നിന്ന് താഴെയോ ആയിരിക്കുന്നില്ല. അതുവരെ നമുക്ക് ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ, ആ അനുഭവത്തിൻ്റെ മുകളിൽ നമ്മൾ ആശ്ചര്യം കൂറുമ്പോൾ, അത് തനിക്ക് അതുവരെ ഉണ്ടായില്ല എന്ന ഒറ്റ കാരണത്താൽ മാത്രമാണ് എന്നും, അത് തൻ്റെ അറിവില്ലായ്മയുടെ ലക്ഷണം മാത്രമാണ് എന്നും തിരിച്ചറിഞ്ഞ് ചിരിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് പരമ്പൊരുൾ എന്ന് പറയുന്നതിൻ്റെ സാധാരണത്വം നമുക്ക് ബോധ്യമാവും. അത്ഭുതം കൂറാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവിനെയാണ് അറിവ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുമുള്ള അതിശയോക്തികളിൽ നിന്നുമുള്ള മുക്തിക്ക് പറയുന്ന പേരാണ് അറിവ് എന്ന്. സാധാരണം, ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന്, ഈ 2 തരത്തിൽ ഒരേ അറിവിനെ മാറി മാറി അനുഭവിക്കുന്ന തരത്തിലാണ് നമ്മുടെ ബോധം ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇങ്ങനെ 2 അല്ലാത്തതായി അറിവ് ഇങ്ങനെ 2ആയി പിരിഞ്ഞിരിക്കുന്ന എന്നേ ഉള്ളൂ. അത് എവിടെയായാലും, അത് ഭൂമിയിലായാലും, അത് സൂര്യലോകമുണ്ടെങ്കിൽ അവിടെയായാലും, പാതാളത്തിലായാലും, സ്വപ്നത്തിലായാലും, സുഷുപ്തിയിലായാലും, ജാഗ്രത്തിലായാലും 2 തരത്തിൽ ആണ് അറിവിനെ നമ്മൾ അനുഭവിക്കുന്നത്. 1 സാധാരണം, 2 ഗണനയിൽ നിന്ന് കവിഞ്ഞത്. ചില മനുഷ്യരുടെ അടുത്ത് നമ്മൾ ചെന്നിരിക്കുമ്പോൾ അതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ആഴമാറുന്ന ധന്യത കൊണ്ട് നമ്മൾ അടിമുടി നിറഞ്ഞു പോകാറുണ്ട്. ചില മനുഷ്യരുടെ വാക്ക് കേൾക്കുമ്പോൾ, ചില മനുഷ്യർ പാടുമ്പോൾ, ചില മനുഷ്യർ വെറുതെ ഒന്ന് നമ്മളെ സ്നേഹത്തോടെ നോക്കുമ്പോഴൊക്കെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് ലഭിക്കില്ല എന്ന് നാം കരുതിയിരുന്ന ഒരു ആശ്വാസവും സമാധാനവും നമ്മുടെ നെഞ്ചിൽ വന്ന് നിറയാറുണ്ട്. നമ്മൾ അത്ഭുതം കൂറി പറയും, ഇയാളൊരു സംഭവമാണ്. ഒരു സംഭവമല്ല.
നമുക്ക് ആ അനുഭവം അതുവരെ ഉണ്ടായില്ല എന്നതുകൊണ്ട് മാത്രമാണ് അതൊരു സംഭവം എന്ന് നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? അത്യുദാത്തമെന്ന് നമ്മൾ വിളിച്ചു പോരുന്ന അനുഭവവും അതിസാധാരണം എന്ന് നാം വിളിച്ചു പോരുന്ന അനുഭവവും അനുഭവം മാത്രമാണ്. പക്ഷേ തനിക്ക് ഗണിച്ചറിയാൻ ഇതുവരെ പറ്റാത്തത് കൊണ്ട് ഗണനയിൽ നിന്ന് കവിഞ്ഞത് എന്നും, തനിക്ക് നിരന്തരമായി അനുഭവിച്ച് ഗണിക്കാൻ കഴിഞ്ഞതുകൊണ്ട് സാധാരണമെന്നും അനുഭവങ്ങളെ നാം വിളിക്കുന്നുവെന്നേ ഉള്ളൂ. കടുകുമണിയോളം പോന്ന ഒരു വിത്തിൽ നിന്ന് ഒരു വിത്ത് പൊട്ടി അങ്കുരമായി തണ്ടും ശാഖയും ഉണ്ടായി ആകാശത്തേക്ക് വിരിഞ്ഞു നിൽക്കുന്ന വലിയ വടവൃക്ഷമായിട്ട് മാറി ആകാശത്തേക്ക് അനേകം ശാഖകൾ നീട്ടി എങ്ങും തണൽ വിരിച്ചു നിൽക്കുന്ന ഒരാൽമരം എന്തുകൊണ്ടാണ് നമുക്ക് ഗണനയിൽ നിന്ന് കവിഞ്ഞതായിട്ട് തോന്നാത്തത്? എന്തുകൊണ്ടാണ് നമുക്കത് വളരെ സാധാരണം പോലെ തോന്നുന്നത്? നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൂക്കൾ, കുഞ്ഞു കുഞ്ഞു വ്യത്യസ്തമായ ചെടികളിൽ ഉണ്ടാകുന്ന പൂക്കൾ, പക്ഷികൾ, പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ, പൂച്ച, നായ, ഇതൊന്നും നമുക്ക് എന്താണ് ഗണനയിൽ നിന്ന് കവിഞ്ഞതല്ലാതെയായത്? എന്തുകൊണ്ടാണ് ചില സംഭവങ്ങൾ മാത്രം വണ്ടറടിക്കുന്നത്? നമ്മൾ നമ്മളുടെ ജീവിതം പറയുമ്പോൾ ആ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഏടുകളെ അടർത്തിയെടുത്തിട്ട് ഇങ്ങനൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്, എന്തൊരു സംഭവമാണെന്ന് പറയുമ്പോൾ മറ്റനുഭവങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമുക്ക് സംഭവമാവാതെ പോകുന്നത്? സംഭവമല്ലാത്തതായിട്ട് എന്താണ് ഉള്ളത്? സാധാരണത്വമല്ലാതെ എന്താണുള്ളത്? ഞാൻ ആദ്യമായിട്ട് ഗംഗോത്രിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ സ്വപ്നമായിരുന്നു ഇനി എൻ്റെ ജീവിതം എപ്പോഴെങ്കിലും ഒരു വർഷമൊക്കെ പോയിട്ട് ഗംഗോത്രിയിൽ താമസിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഗോമുഖിലേക്ക് പോകണം, തിരിച്ചു വരണം. ഹിമാലയ യാത്രയിൽ അത്രമാത്രം സ്വാധീനിച്ച ഒരിടം. അങ്ങനെയാണ് 2-3 പ്രാവശ്യത്തെ ഗംഗോത്രി യാത്രയ്ക്ക് ശേഷം ഗംഗോത്രിയിൽ പോയിട്ട് 1 മാസം താമസിക്കുന്നു. ആ 1 മാസം അവിടെ താമസിക്കാൻ പോകുമ്പോൾ എൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് ദിവസവും എണീറ്റ് പരമാവധി സമയം ഗംഗയുടെ അടുത്ത് പോയിട്ടിരിക്കണം. അങ്ങ് തപോവനവും അതിമനോഹരമായിട്ടുള്ള തപോവനവും ഗംഗോത്രി മലനിരകളും മഞ്ഞണിഞ്ഞു നിൽക്കുന്ന മലനിരകളും ആവോളം ആസ്വദിച്ച് നിർവൃതി കൊള്ളണം. വേറെ ഒരു പരിപാടിയും ചെയ്യരുത്. പൂർണ്ണമായിട്ടും ഹിമാലയത്തിൻ്റെ ആ ഒരു സൗന്ദര്യത്തിൻ്റെ നിറവിൽ എന്നേക്കുമായിട്ട് അമർന്നിരിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് പോകുന്നത്. 2 ദിവസം ശരിക്കും ആസ്വദിച്ചു, ഓരോ ഇഞ്ചും നടന്ന് ആസ്വദിച്ചു. 3-ാമത്തെ ദിവസം മുതൽ ഹിമാവൃതമായ മലനിരകളൊക്കെ വെറും ഒരു മലയായിട്ട് മാറി. പ്രവഹിച്ചു വരുന്ന ഗംഗാപ്രവാഹമൊക്കെ ഒരു ജലപ്രവാഹം മാത്രമായി. 4-ാമത്തെ ദിവസം മുതൽ ഞാൻ എഴുത്തു തുടങ്ങി. വല്ലപ്പോഴും പുറത്തിറങ്ങും, ചായ കുടിക്കും, ഗംഗയുടെ തീരത്ത് ചെന്നിരിക്കും, എല്ലാം കാണും. നല്ല സമാധാനമുണ്ട്, നല്ല സ്വസ്ഥതയുണ്ട്, പക്ഷെ എക്സൈറ്റഡ് അല്ല. വാ ഹൂ ഹാ ഒക്കെ പോയി. 2 ദിവസമേ ഉള്ളൂ. അതുവരെ ഗണനയിൽ നിന്ന് കവിഞ്ഞതായിരുന്ന ഒന്ന് 3-ാമത്തെ ദിവസം മുതൽ സാധാരണം ആയി. വളരെ സ്വസ്ഥമായി ശാന്തമായി അവിടെ കഴിഞ്ഞു. ആത്മോപദേശ ശതകത്തിൻ്റെ അവസാന ഭാഗവും രമണ മഹർഷി എന്നുള്ള പുസ്തകമൊക്കെ എഴുതി തീർത്ത് ഞാനിങ്ങ് ഇറങ്ങിപ്പോന്നു. സാധാരണ കോയമ്പത്തൂർ പോയിട്ട് തിരിച്ച് കാരമടയിലേക്ക് വരുന്നത് പോലെ, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒരു കറക്കം കറങ്ങി തിരിച്ച് കാരമടയിലേക്ക് വരുന്നത് പോലെ. നമുക്ക് അനുഭവം പരിചയമില്ല എന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് ഗണനയിൽ നിന്ന് കവിഞ്ഞ അത്ഭുതമായിട്ടിരിക്കുന്നത്.
ഗുരുനിത്യ പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ഒന്നുകിൽ എല്ലാം സാധാരണമായി കാണണം, അല്ലെങ്കിൽ എല്ലാം അത്ഭുതമായി കാണണം. അതിന് പറയുന്ന പേരാണ് അറിവ്. ഒന്നുകിൽ എല്ലാം അത്ഭുതമാവണം. നോക്കൂ, ഇങ്ങ് കാരമടയിലെ വിജനമായ ഒരു സ്ഥലത്ത് ഒരു മുറിയിൽ ഇങ്ങനെ ഇരുന്ന് വായയിലൂടെ ഇങ്ങനെ എന്തൊക്കെയോ പിറുപിറുക്കുന്നത് എൻ്റെ മുൻപിലിരിക്കുന്ന ഈ ക്യാമറ പിടിച്ചെടുക്കുകയും എൻ്റെ ശബ്ദം അതിൻ്റെ ഉള്ളിലെ മൈക്ക് പിടിച്ചെടുക്കുകയും ലോകത്തിൻ്റെ വേറെ വേറെ പലയിടങ്ങളിലിരിക്കുന്ന മനുഷ്യർ അതുപോലെ ഒരു ക്യാമറയിലൂടെ അത് കാണുകയും അവരുടെ സ്പീക്കറിലൂടെ അത് കേൾക്കുകയും അവരുടെ ചെവിയിൽ പോയി അത് വീഴുകയും ഈ രണ്ടറ്റത്തിരിക്കുന്ന മനുഷ്യർക്കിടയിൽ ഒരു പാരസ്പര്യം ഉണ്ടാവുകയും അവിടെ പറയാനാവാത്ത ഒരു സമാധാനത്തിൻ്റെ നീരുറവ പൊട്ടി ഒഴുകുകയും നമ്മളുടെയൊക്കെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും കെട്ടുകളൊക്കെ കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് അഴിഞ്ഞു വീഴുകയും സമാധാനത്തിൻ്റെ ഒരു നിറവിലേക്ക് അല്ലെങ്കിൽ ഒരു ഒഴിവിലേക്ക് നമ്മൾ ഉണരുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്ത് എന്താ ആശ്ചര്യമുള്ളത്? ഇതിൻ്റെ പുറത്ത് നമുക്കിനി എന്താ ആശ്ചര്യമാണ് വേണ്ടത്? ആശ്ചര്യം നിറഞ്ഞ അനുഭവമാണ് നമ്മൾ തേടുന്നതെങ്കിൽ, ഗണനയിൽ നിന്ന് കവിഞ്ഞ ഒന്നാണ് നമ്മൾ അന്വേഷിക്കുന്നതെങ്കിൽ, അത് ഇത് തന്നെയല്ലേ? ഇത് അല്ലാതെ വേറെ ഏത് അതാണ് ഉള്ളത്? അത് തന്നെയല്ലേ ഇതായിട്ടിരിക്കുന്നത്? ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് എന്ന് നാം പറയുന്ന അതും സാധാരണം എന്ന് നാം വിളിക്കുന്ന ഇതും ഒന്നല്ലാതെ വേറെ എന്താണ്? പക്ഷെ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ജീവിതത്തെ, ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അറിയുന്നത്. ഇങ്ങനെയല്ലാതെ ഒന്നും എവിടെയും ഇരിക്കുന്നില്ല എന്നും മനസ്സിലാക്കണം. ആ ഒരു മനസ്സിലാക്കലിൽ സംഭവിക്കുന്നത് അന്യ എന്നും സമ എന്നും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ അന്യസാമ്യമാർന്നുള്ള ഉരുവിലമർന്ന് കലർന്ന് ഇരുന്നിടണം. ഏത് ദ്വന്ദ്ങ്ങളെയും പ്രസവിക്കുന്നതേതോ, എല്ലാ ദ്വന്ദ്ങ്ങളെയും പ്രസവിക്കുന്നതേതോ ആ മാതൃയോനിയിലേക്ക് തിരിച്ചുപോയി അവിടെ ധ്യാനാത്മകമായി കഴിഞ്ഞുകൊള്ളണം. അങ്ങനെ ആ കരുവിലേക്ക് സാധാരണം, ഗണനയിൽ നിന്ന് കവിഞ്ഞത് എന്ന രണ്ട് അനുഭവങ്ങളെ പ്രസവിക്കുന്ന രീതിയിൽ അറിവ്, അറിയപ്പെടുന്നത്, അറിയുന്നവൻ എന്ന രീതിയിൽ മൂന്നായി വിരിഞ്ഞു നിൽക്കുന്ന ആ ത്രിപുടി യാതൊരു ഉണ്മയിൽ നിന്നാണോ പ്രവഹിച്ചു വന്നത് അതിലേക്ക് തിരിച്ചുപോയി ആ ബിന്ദുസ്ഥാനത്ത്, ആ മൗനാത്മകതയിൽ ധ്യാനനിമീലിതരായിട്ടിരിക്കുമ്പോൾ അവിടെ സാധാരണത്വവുമില്ല, ഗണനയിൽ നിന്ന് കവിഞ്ഞതുമില്ല. പക്ഷേ അതിലല്ലാതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ അനുഭവത്തിൽ സാധാരണം എന്നും ഗണനയിൽ നിന്ന് കവിഞ്ഞത് എന്നും രണ്ട് തരത്തിൽ നിരന്തരം വ്യാഖ്യാനിക്കപ്പെടേണ്ട തരത്തിലാണ് നമ്മുടെ ജീവിത അനുഭവങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെയല്ലാതെ ഒന്നും എവിടെയും ഇരിക്കുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം, ഇവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം
നനവിലുമില്ല നിദ്രയിങ്കലും നിനവിലുമില്ലിത് നിദ്രയിങ്കലും മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. ഇങ്ങനെയുള്ള ഒരു വെളിച്ചം നമ്മുടെ ബോധത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനെ നമ്മൾ സാധാരണ പറഞ്ഞു പോരാറ് ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്നും, എല്ലാറ്റിനെയും പൊതിഞ്ഞു നിൽക്കുന്ന, എല്ലാറ്റിനും കാരണമായിരിക്കുന്ന ഒരു ആത്മസ്വരൂപം ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. സാധാരണ കുറേ കാര്യങ്ങൾ ഇവിടെ എങ്ങനെയുണ്ട്, ഇങ്ങനെ രണ്ട് ലോകം മാത്രമേ ഉള്ളൂ എന്നാണ് സാധാരണ വ്യാഖ്യാനിച്ചു പോരുക. അങ്ങനെയല്ല. ഈ സാധാരണം എന്ന് പറയുന്നത് കുറഞ്ഞതല്ല, ഗണനയിൽ നിന്ന് കവിഞ്ഞത് എന്ന് പറയുന്നത് കൂടിയതുമല്ല. ഒരേ ഒരു ഒന്ന് പലതായി പിരിഞ്ഞു നിൽക്കുന്നതിനെ നമ്മൾ അനുഭവിക്കുന്നത് ഗണനയിൽ നിന്ന് കവിഞ്ഞതായിട്ടും സാധാരണമായിട്ടും ആണ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇതൊക്കെ സാധാരണ കാര്യങ്ങൾ, അങ്ങനെ ഒരു സാധാരണ കാര്യങ്ങളില്ല, എല്ലാം ഒന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സിൽവസ്റ്റർ പറഞ്ഞല്ലോ, വളരെ ധ്യാനാത്മകമായിട്ടുള്ള ഒരു ക്ലാസ്സും അതുപോലെ തന്നെ നമ്മുടെ ഉമ്മയുടെ ഹൃദ്യമായിട്ടുള്ള കീർത്തനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമാ പാട്ട് പാടണോ, റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പാട്ട് പാടണോ, ഒരു വ്യത്യാസവുമില്ല. അതൊരു വ്യത്യാസവുമില്ല എന്ന് തിരിച്ചറിയുന്നതിന് പറയുന്ന പേരാണ് അറിവ്. ഞാനിവിടെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഒരു മൂഡിൽ ഒരു ധ്യാനാത്മകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ഒരു പ്രത്യേക ധ്വനിയിൽ ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകളെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനിതിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലിങ്ങനെ ഞാൻ അനുഭവിക്കുന്നത്, കുറച്ച് നേരത്തേക്കാണെങ്കിൽ പോലും അനുഭവിക്കുന്നത് നിശ്ചലമായിട്ടുള്ളൊരു തടാകത്തെയാണ്. ഹിമാലയത്തിൽ തപോവനത്തിൽ പോയപ്പോൾ തപോവനത്തിൽ ആകാശഗംഗ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു തടാകമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കയറിയ ഒറ്റയ്ക്കാണ് ഞാൻ. ഗായത്രി ഉണ്ട്, പക്ഷെ ഗായത്രിക്ക് അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ആദ്യം ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചുറ്റും മലകൾ കൊണ്ട് മറച്ചിട്ട് കല്ലും ഐസും ഒക്കെ നിറഞ്ഞ ചെറിയ മലകൾ കൊണ്ട് മറച്ചിട്ട് അതിൻ്റെ നടുവിലാണ് ഇതിങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയതുപോലെ ഒരു നീല ജലാശയം. അതിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ ഐസ് വിണ്ട് കിടക്കുന്ന ഐസ് കാണാം. അതിൻ്റെ മുകളിലാണ്. ചെറിയൊരു കാറ്റ് പോലും അടിക്കുന്നില്ല. അത്ര നിശ്ചലമായിട്ടുള്ള ചെറിയൊരു വേവ് പോലും ഇല്ലാതെ, ഞാൻ കാണുന്നില്ല എന്നേ ഉള്ളൂ വേവിനെ, അത്ര ഒരു വേവ് പോലും ഇല്ലാത്ത അങ്ങനെ ഒരു തടാകം ഞാൻ കണ്ടിട്ടേയില്ല. ഞാനതിൻ്റെ ഓരത്ത് എൻ്റെ ഒരു ശ്വാസം ചെന്ന് വീണ് ഒരു ചലനം പോലും അത് ഉണ്ടാക്കരുത് ആ വെള്ളത്തിനെന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഓരത്ത് ചെന്ന് ഒരുപാട് അടുത്ത് പോവാതെ ഇങ്ങനെ ചെന്നിരുന്നു അതിനെ നോക്കിയിട്ട്. അപ്പോൾ അത്രയും നിശ്ചലമായിട്ട് ഇരിക്കുന്ന ആ തടാകത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ല തണുപ്പുണ്ട്, ഞാൻ അറിയുന്നില്ല. എൻ്റെ ബോധവും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ചലനങ്ങളിൽ നിന്നും അടങ്ങിയിട്ട് അതീവ ശാന്തമായിട്ടുള്ള ഒരു നിശ്ചലതയിൽ വന്ന് അമർന്ന് ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ അനുഭവിച്ചു. എത്ര സമയം ഞാനവിടെ ഇരുന്നെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു പ്രകൃതി അനുഭവത്തിന് നമ്മുടെ ബോധത്തെ എത്രമാത്രം നിശ്ചലമാക്കാൻ കഴിയുമെന്ന് ആഴത്തിൽ അനുഭവിച്ചൊരു സമയമായിരുന്നു. എന്ന് പറയുന്നത് പോലെ ഞാനിവിടെ വന്നിരുന്ന് ഈ ശ്ലോകം ചൊല്ലിയപ്പോൾ ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം,
ഇവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ലിത് നിദ്രയിങ്കലും. മേലിന നഗരത്തിലുമെങ്ങുമില്ല നൂനം. ചിലപ്പോൾ അങ്ങനെയാണ്, ചില ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളങ്ങ് ട്യൂണ്ടായിപ്പോവും. ഏതോ ഒരു ധാരയുമായിട്ടങ്ങ് പാരസ്പര്യപ്പെടും കുറച്ച് സമയത്തേക്ക്. അവന് ഉള്ളിൽ പറയുന്ന പോലെ ഒരു നിശ്ചലത്വം വരും. നിശ്ചലത്വത്തിൻ്റെ പ്രത്യേകത അത് സന്തോഷവുമല്ല, അത് വിഷാദവുമല്ല. നിശ്ചലത്വത്തിന് ഒരിക്കലും സന്തോഷിക്കാൻ പറ്റില്ല. പക്ഷെ മോന്ത കണ്ടു കഴിഞ്ഞാൽ വിഷാദിച്ചിരിക്കുന്ന പോലെ തോന്നും. എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ ക്ലാസ്സിലിരിക്കുന്ന പലരും ചോദിച്ചിട്ടുണ്ട്, ഇന്നലെ ഭയങ്കര വിഷാദമായിരുന്നല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുഖം അനുഭവിച്ചിരിക്കുന്ന സമയമാണ്. കാരണം ഈ ധ്യാനാത്മകതയ്ക്ക് വിഷാദത്തിൻ്റെ ഒരു ഭാവം ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഈ സന്തോഷത്തിൻ്റെ ആൾക്കാരാണല്ലോ. സന്തോഷം എന്ന് പറയുന്നത് ഡെപ്ത് ഇല്ലാത്തൊരു ഫീലാണ്, കുറഞ്ഞതല്ല. ഡെപ്ത് എന്ന് പറയുന്നത് സന്തോഷം അല്ല. നമ്മുടെ ഏറ്റവും നമ്മളെ സ്പർശിക്കുന്ന ഒരു സംഗീതം കേട്ടിരിക്കുമ്പോൾ ആരെങ്കിലും ആഹ്ലാദിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഏറ്റവും ഹൃദയസ്പർശിയായ നാദത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരാളുടെ മുഖത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോയിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ തോന്നും. അയാൾക്ക് എന്തോ കാര്യമായിട്ടുള്ള കുഴപ്പമുണ്ടെന്ന് തോന്നും. അതിമനോഹരമായിട്ടുള്ള ഒരു സൂര്യോദയമോ സൂര്യാസ്തമയമോ ഒരു നിലാവോ, എന്തിന് അതീവ ഹൃദ്യമായിട്ടുള്ള ഒരു സ്നേഹസ്പർശം ഒരു മനുഷ്യൻ നമ്മൾ വന്നിട്ട് വെറുതെ ഹൃദയപൂർവ്വം തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുഖം ഒന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, വാ എന്നാക്കിയിരിക്കുന്നത് കാണൂല. ഒരു സന്തോഷത്തിൻ്റെ പൊട്ടിച്ചിരിയല്ല, കണ്ണടഞ്ഞ് ഏതോ ഒരു കാലങ്ങളായി നമ്മൾ കൊതിച്ചുകൊണ്ടിരിക്കുന്ന ഏതോ ഒരിടത്തിൽ നമ്മൾ പോയി സ്പർശിച്ച് നിൽക്കുന്ന പോലെ നമുക്ക് തോന്നും. ഒരു ഗുരുവിൻ്റെ പ്രസൻസിൽ നമ്മൾ ഇരിക്കുമ്പോൾ, ഗുരുവിൻ്റെ കാൽക്കൽ നമ്മൾ ഇരിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കും. ആരും സന്തോഷത്തിൽ അല്ല, ധ്യാനാത്മകതയിലാണ്. ധ്യാനാത്മകതയ്ക്ക്, കരുണയ്ക്ക് ഒക്കെ വിഷാദത്തിൻ്റെ ഒരു ഭാവമുണ്ട്, വിഷാദമല്ല അത്. ഈ സന്തോഷിക്കുക എന്ന് പറയുന്നത് നല്ലതാണ്, സന്തോഷമായിട്ടിരിക്കും. നമ്മളൊക്കെ വളരെ സന്തോഷിച്ച് ആഹ്ലാദിച്ച് വർത്തമാനം പറയുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ സന്തോഷം വേണോ, ധ്യാനാത്മകത വേണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷത്തോട് തൽക്കാലം പടിക്ക് പുറത്തു നിന്നോളാനാണ് നമ്മളെല്ലാവരും പറയുക. ആ മൗനാത്മകമായ നിശ്ചലത്വമാണ് നമ്മൾ കൊതിക്കുന്നത്. കാരണം അത് കരുവിനോട് അടുത്ത് കിടക്കുന്ന ഒരിടമാണ്. സന്തോഷം കുറഞ്ഞതല്ല, പക്ഷെ നിരന്തരം നമ്മൾ ശീലിച്ചിട്ടുള്ളത് സന്തോഷമായതുകൊണ്ട് സന്തോഷമായിരിക്കുക എന്നതാണ് ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ആഴമാർന്ന അനുഭവം എന്നതുകൊണ്ട് അതാണ് നമുക്ക് ഗണനയിൽ നിന്ന് കവിഞ്ഞതായിട്ടിരിക്കുന്നത്. അതിൻ്റെ ആഴങ്ങളെ കൂടുതൽ അനുഭവിച്ചിട്ടുള്ളവർക്ക് സന്തോഷം സാധാരണവും ധ്യാനാത്മകത ഗണനയിൽ നിന്ന് കവിഞ്ഞതുമായിട്ട് മാറും. ഇനി ധ്യാനാത്മകതയിൽ നിന്നും ആഴ്ന്നുപോയി ആ ഗുരു പറയാൻ ശ്രമിക്കുന്ന ആ കരുവിനെ അല്ലെങ്കിൽ ആ പൊരുളിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ധ്യാനാത്മകതയും സന്തോഷവും വിഷാദവും ദുഃഖവും സുഖവും ബോറടിയും അസൂയയും വെറുപ്പും വിദ്വേഷവും സ്നേഹവും ഒക്കെ പരമ്പൊരുളായിട്ട് തോന്നും. ദുഃഖവും വേദനയും ശരീരത്തിൻ്റെ വേദന ആയിക്കോട്ടെ, മനസ്സിൻ്റെ വേദനയായിക്കോട്ടെ, ബുദ്ധിയുടെ വേദനയായിക്കോട്ടെ, എല്ലാം കുറച്ച് സമയം നിലനിന്ന് ഇല്ലാതായി പോകുന്ന വെറും ലീലാവിലാസങ്ങൾ മാത്രമാണ് എന്നൊരറിവാണ് അവർക്കുണ്ടാവുക. നമുക്കെന്തായാലും അങ്ങനെയല്ല. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളെയും ഈ രണ്ട് കാറ്റഗറിയിലാക്കിയിട്ടാണ് നമ്മളെപ്പോഴും പറഞ്ഞു പോരാറ്, അനുഭവിച്ചു പോരാറ്, മനസ്സിലാക്കി പോരാറ് എന്ന്
അറിഞ്ഞാൽ മതി. ഈ രണ്ട് ഗണത്തിൽ പെടുത്താത്ത രീതിയിൽ ഒരു അനുഭവത്തെയും നമ്മൾ വെക്കുന്നില്ല എന്ന് നമ്മൾ അറിയണം. ഇതല്ലാതെ ഒരു അനുഭവം വേറെ എവിടെയും ഇരിപ്പില്ല എന്ന് മനസ്സിലാക്കണമെന്നാണ് ഗുരു പറയാൻ ശ്രമിക്കുന്നത്. ഗണനയിൽ നിന്ന് കവിഞ്ഞതൊന്ന് സാധാരണം, ഇവ രണ്ടുമൊഴിഞ്ഞൊരന്യരൂപം നിലവിലുമില്ല. ഇതു നിദ്രയിങ്കലും മേലിന നഗരത്തിലുമെങ്ങുമില്ല. മേലിന നഗരത്തിലുമെങ്ങുമില്ല. നൂനം